കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ തുടങ്ങിയ വലിയൊരു സംരംഭമാണ് പള്ളി ദർസുകൾ. നബിയുടെ പള്ളി ദർസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഒരുപാട് സ്വഹാബത്തുണ്ട്. അതിലേറ്റവും പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയുടെ പേര്, യഥാർത്ഥ പേര് എന്താണെന്ന വിഷയത്തിൽ മഹാന്മാരായ ഉലമാക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രസിദ്ധമായത് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹിന്റെ ദറസിലെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ശിഷ്യൻ. അങ്ങനെ ഒരുപാട് സ്വഹാബത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷവും മദീന പള്ളിയിൽ ആ ദറസ് തുടർന്നുകൊണ്ടിരുന്നു. ഏറ്റവും വലിയ പള്ളി ദറസ് നടത്തിയ മഹാനാണ് റസൂലുള്ളാഹി മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ഗുരുവര്യനായ മാലിക് ബിൻ അനസ് മദീനയിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട പണ്ഡിതനാണ്. അള്ളാന്റെ റസൂലും മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിലൂടെ പിൽക്കാലത്തിൽ ഇങ്ങനെ മദീനയിൽ ഒരു ആലിമ് വരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഉസ്താദ് ബഹുമാനപ്പെട്ട ഇമാം നാഫിയാണ്. നാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ് അബ്ദുല്ലാഹി ബിൻ ഉമറാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ. ആമുഖ പ്രഭാഷണത്തിൽ ബഹുമാന്യനായ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചത് പണ്ഡിതന്മാര് ലോകത്തുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ ലോകത്തേക്ക് അയച്ചു. മനുഷ്യർ ലോകത്ത് ജീവിക്കേണ്ട ജീവിതക്രമം എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. പരിശുദ്ധമായ ഖുർആനിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളിലൂടെയും പരിശുദ്ധമായ ദീൻ എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെയാണ് പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ചത്. നമുക്കറിയുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ആ പ്രവാചക പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ചപ്പോൾ അതിനുശേഷം ഇനി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ ദീൻ ലോക ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തോടുകൂടി അവസാനിക്കേണ്ടതല്ല, ഖിയാമത്ത് നാൾ വരെയും ഈ ലോകത്ത് നിലനിൽക്കേണ്ടതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. യാ സയ്യിദി മദദി സനദി വയാ ഉദദി മുഅയ്യിദി മുദദി അമദി അലാ ശിദദി മുശയ്യിദി സുദദി അദദി ബിലാ അദദി കുൻ ആഖിദൻ ബിയദി ഖജാ മുഈനദ്ദീൻ കുൻ ആഖിദൻ ബിയദി ഖജാ മുഈനദ്ദീൻ കുൻ ആഖിദൻ ബിയദി ഖജാ മുഈനദ്ദീൻ റളിയല്ലാഹു അൻഹു. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദറത്തി വശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാ ഷാ അല്ലാഹു കാൻ മാ ഷാ അല്ലാഹു കാൻ മാ ഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ഒരുപാട് പ്രഭാഷണം, അതേപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നിർവഹിച്ച് ഇവിടുന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവത്തോടു കൂടെയാണ് നമ്മൾ പിരിയുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുമ്പ് അല്പം ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ചൊല്ലി ഇനി നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനമായ ദൗത്യം. നമുക്കറിയാം പരിശുദ്ധമായ റമദാനുൽ ഷരീഫ് അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല
ഇന്നിവിടെ 20 പൂർത്തിയാകുമ്പോൾ ഈ റമദാൻ തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല, സദസ്സിലില്ല. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇന്ന് ജീവിതത്തിൽ പോലുമില്ല. പല ആളുകളും മരണപ്പെട്ടു പോയി. എന്നാൽ പല ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞില്ലെങ്കിലും രോഗികളായി, ക്ഷീണമുള്ളവരായി, പല പ്രയാസങ്ങൾ കാരണമായി നോമ്പ് പോലും നോൽക്കാനും കഴിയാതെ, നോമ്പനുഷ്ഠിക്കാനും കഴിയാത്ത രൂപത്തിലേക്ക് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് വരുമ്പോഴും എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച എത്രയോ രോഗികൾ. ഒരു സഹോദരൻ, ചെറുപ്പക്കാരനായ ഒരു പണ്ഡിത സുഹൃത്ത്, അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് അദ്ദേഹം വിഷമത്തിലായി, 10-11 നോമ്പുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടകരമായ ആ സങ്കടം പങ്കുവച്ചു. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.